സ്തോത്രം ചെയ്യണം. സ്തോത്രം തന്നെയാണ് നന്ദിയും, നന്ദി തന്നെയാണ് സ്തോത്രം. ഹല്ലേലൂയ. നമ്മളൊക്കെ ഒത്തിരി സ്തോത്രം ചെയ്യുന്നവരാണല്ലേ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽക്കാലത്തില് ആമേൻ നമ്മുടെ ആമേൻ പ്രബോധനത്തിൻ്റെ സമയമാണ്. ആമേൻ അടുത്തിരിക്കുന്നത്. നമ്മുടെ ആത്മീക ഭക്ഷണം കഴിക്കേണ്ട സമയമാണ്. ഹല്ലേലൂയ. നമ്മളെല്ലാവരും ആ ദൈവത്തിൽ നിന്നുള്ളത് പ്രാപിക്കുവാനായി കാത്തിരിക്കുന്ന നിമിഷങ്ങളുടെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. ഹല്ലേലൂയ. ഇന്നത്തെ ആമേൻ കഴിഞ്ഞ നാളുകളെ നോക്കിയാൽ നമ്മൾ ആമേൻ ഒത്തിരി ദൈവികാലോചനകളെ ചിന്തിച്ചു കഴിഞ്ഞു പോയവരാണ്. എന്നാൽ ഇന്ന് പകൽക്കാലത്തിൽ കർത്താവ് ചിന്തയ്ക്ക് ആസ്പദമാക്കി വച്ചിരിക്കുന്നത് നാവ് എന്നുള്ളതിനെ ആസ്പദമാക്കിക്കൊണ്ടാണ്. നാവ്. ഹല്ലേലൂയ. നാവ് എന്ന ആമേൻ എന്നതിനെ ആസ്പദമാക്കിയാണ് നമ്മൾ ഇന്നലെ രാത്രി കാലത്തിൽ ഇതിനെക്കുറിച്ച് ചില വചനങ്ങളെയൊക്കെ ചിന്തിപ്പാനിടയിൽ തീർന്നു. എങ്കിൽ തന്നെയും അത് ദൈവാത്മാവ് ആധികാരികമായിട്ട് ചിലതൊക്കെ ദൈവാത്മാവ് സംസാരിച്ചതിനാൽ കർത്താവിൻ്റെ സന്നിധിയിൽ ആമേൻ കൂടി വന്നവരോട് ഞാൻ ഇന്ന് കൈമാറുവാൻ ആഗ്രഹിക്കുന്നത് ആമേൻ നാവ് എന്നുള്ളതിനാണ്. നാവ് എന്തിനു വേണ്ടിയാണ് നമുക്ക് വച്ച് തന്നിരിക്കുന്നത്? ദൈവത്തെ പാടി സ്തുതിക്കുവാൻ വേണ്ടി, ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുവാൻ വേണ്ടി, ദൈവം തന്നിരിക്കുന്ന എല്ലാ നന്മകൾക്കും നന്ദി പറയുവാൻ വേണ്ടി. ആമേൻ. ഹല്ലേലൂയ. എപ്പോഴും നമ്മൾ പാടി സന്തോഷിക്കും. ആമേൻ. എപ്പോഴും പ്രാർത്ഥിക്കുവാൻ വേണ്ടി, ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഇതിനകം നമുക്ക് നാവ് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ജീവനുള്ള സകല ജീവികൾക്കും ആമേൻ ഭൂതര ജന്തുക്കൾക്ക് നാവുണ്ട്. അതിന് ഉപരിയാണ് ഏറ്റവും ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി ആമേൻ നിർമ്മിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ കൈകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന മനുഷ്യന് നാവുണ്ട്. ഹല്ലേലൂയ. ഈ നാവ് കൊണ്ടാണ് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് ആമേൻ നാവ് കൊണ്ട്. നമ്മളുടെ ആവശ്യങ്ങൾ എണ്ണിപ്പറയുന്നത് നാവ് കൊണ്ട്. നമ്മൾ സന്തോഷിക്കുന്നത് ആമേൻ പാടി ഹല്ലേലൂയ മഹത്വപ്പെടുത്തുന്നത്, പാടുന്നത്, മാധുര്യമേറിയ പാട്ടുകൾ പാടുന്ന നാവ് കൊണ്ട്. നാവില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. ആമേൻ. സംസാരിക്കാത്ത ഒരാളിനോട് ചിലരൊക്കെ പറഞ്ഞിട്ടില്ലേ, എടോ തൻ്റെ നാവ് ഇറങ്ങിപ്പോയോ, നാവില്ലയോ, സംസാരിക്കടോ. ഹല്ലേലൂയ. നാവ് നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന ഒരു അനുഗ്രഹമാണ് കേട്ടോ. നാവില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആമേൻ ഹൃദയത്തിലെ ആമേൻ വശങ്ങളെ ഒന്ന് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനൊന്നും പറ്റത്തില്ല. നാവ് വേണം എല്ലാറ്റിനും. ആമേൻ. എന്നാൽ ഭൂതലത്തിൽ ആമേൻ പാർക്കുന്ന ജീവജാലങ്ങൾക്ക് എല്ലാറ്റിനും നാവുണ്ട്. അവര് ആ നാവുകളൊക്കെയും ദൈവസന്നിധിയിൽ അടങ്ങിയിരിക്കുകയാണ്. ഹല്ലേലൂയ. അടങ്ങിയിരിപ്പുണ്ട്. ആമേൻ. മൃഗങ്ങളുടെ നാവ്, പക്ഷികളുടെ നാവ്, ആമേൻ ഇഴജാതികളുടെ നാവ് ഒക്കെയും അടങ്ങിയിരിക്കുന്ന അടക്കമുള്ള നാവാണ്. എങ്കിലും മനുഷ്യപുത്രൻ്റെ നാവ് ഒത്തിരി പെശകായി തീർന്നിരിക്കുന്നതിൻ്റെ നടുവിലാണ്. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ നോക്കിയാൽ എത്രയോ പേര് നമ്മളെ വഞ്ചിച്ചിരിക്കുന്നു നാവ് കൊണ്ട്. എത്ര പേർ ശപിച്ചിരിക്കുന്നു, എത്ര പേർ ദുഷിച്ചിരിക്കുന്നു, എത്ര പേർ അപമാനിച്ചിരിക്കുന്നു, എത്ര പേർ നമ്മോട് പരിഹസിച്ചിരിക്കുന്നു. ആമേൻ. ദൈവത്തിൻ്റെ ഭക്തൻ പറയുന്നു, വഞ്ചനയുള്ള നാവേ നിനക്ക് എന്തു വരും? ആമേൻ. നിന്റെ വിധി. ആമേൻ. നമ്മളെയൊക്കെ ഒത്തിരി വഞ്ചിച്ചിട്ടുണ്ട് ലോകക്കാർ, നമ്മുടെ കൂട്ടുകാർ, നാട്ടുകാർ, സൗപ്രായക്കാർ, നമ്മളെ ബന്ധുക്കൾ. കൂടുതൽ സ്നേഹം കൂടുമ്പോൾ ആമേൻ വഞ്ചന വരും, വഞ്ചന ഉണ്ടാകും. ഹല്ലേലൂയ. ആദിയിൽ സാത്താൻ വന്ന് ആമേൻ ഔവയെ വഞ്ചിച്ചത് നാവ് കൊണ്ടാണ്. ആമേൻ. വഞ്ചിച്ചത്. വഞ്ചനയുള്ള നാവേ നിനക്കെന്തു വരും? വഞ്ചിച്ചത്. ഹല്ലേലൂയ. നമ്മളെയൊക്കെ ഒത്തിരി ആമേൻ ലോകക്കാർ വഞ്ചിച്ചിട്ടുണ്ട്. അതിൻ്റെ നടുവിലാണ് പ്രൈസല്ലോ നമ്മളൊക്കെ നിൽക്കുന്നത്. ആമേൻ. ആമേൻ. മാത്രവുമല്ല മൂർച്ചയേറിയ നാവ്. ആമേൻ. ചിലരുടെ വാക്കുകൾ, ചിലരുടെ നാവിൽ നിന്ന് പുറപ്പെടുന്നത് വളരെ കുത്തി വേദനിപ്പിക്കുന്നതായിരിക്കും. നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. ചിലരങ്ങനെയാണ്. ചിലർ വേദനിപ്പിക്കും. ചിലരുടെ വാക്കുകൾ ആശ്വസിപ്പിക്കും. ചിലരുടെ വാക്കുകൾ കരുതും. നാവിൽ നിന്ന് പുറപ്പെടുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചിലരുടെ വാക്കുകൾ ചിലരുടെ നാവിൽ നിന്ന് പ്രാണനെ തണുപ്പിക്കും. പ്രൈസ് ദി ലോർഡ്.
ചിലരുടെ നാവ് നമ്മെ മാർവോട് ചേർക്കും. ഹല്ലേലൂയ, ആമേൻ. ചിലരുടെ വാക്കുകൾ നമ്മളെ സ്നേഹിക്കും. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ചിലരുടെ വാക്കുകൾ, ചിലരുടെ നാവ് അധികാരമുള്ള വാക്കുകൾ ഉണ്ട്. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിൻ്റെ നാവ് ആണ് ഇതെല്ലാത്തിനും സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ നാവ് അഗ്നി ജ്വാല പോൽ ഉള്ള നാവാണ്. ആമേൻ. ദൈവത്തിൻ്റെ നാവാണ് ഭൂതലത്തെ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം കൽപ്പിച്ചപ്പോൾ സകലതും സ്ഥാപിതമായി. അവൻ്റെ നാവിൻ്റെ ശബ്ദം കേട്ട് എല്ലാം അനുസരിപ്പാനിടയുന്നു. അതേപോലെയാണ് അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവാകുന്ന ആമേൻ, ആമേൻ, ആത്മാവിൻ്റെ നാവ് ഇങ്ങോട്ടിറങ്ങി അപ്പോസ്തലന്മാരെ കൂടിയിരുന്നപ്പോൾ അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ അവരുടെ നടുവിൽ രണ്ടായി പിളർന്നിരിക്കുന്ന, എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അല്ലേ? അതൊന്ന് ആമേൻ. പിളർന്നിരിക്കുന്ന നാവ് അവർക്ക് പ്രത്യക്ഷമായി. ദൈവത്തിൻ്റെ നാവ്, ദൈവത്തിൻ്റെ സകല പ്രവൃത്തിയെയും സാധ്യമാക്കുന്നവൻ്റെ നാവ്, ആമേൻ, അവിടെ പ്രത്യക്ഷനായെന്നാണ് ദൈവത്തിൻ്റെ വചനം. അവിടെ കൂടിയിരുന്ന് ആത്മാവിൽ ആരാധിച്ചു കൊണ്ടിരുന്നവരുടെ മേല് അവരിരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നി ജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവ്. എന്താ? പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അഗ്നി ജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവ് ദൈവഭക്തന്മാർക്ക് പ്രത്യക്ഷമായി. ആമേൻ. അതാകുന്ന ദൈവത്തിന്റെ നാവ്, അഗ്നി നാവ്, അഗ്നിയശ്വം. അവരിൽ ഓരോരുത്തരുടെ മതി സ്തോത്രം. അങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് അതിനെ ഓർപ്പിച്ചതുകൊണ്ട് മാത്രമാണ് നമ്മൾ, അതാകുന്ന ദൈവത്തിന്റെ നാവ്, അഗ്നിയാണത്. ആമേൻ. ദൈവത്തിന്റെ വചനം എന്താണ്? ആമേൻ, ആമേൻ, ആമേൻ. തട്ടാൻ 7 പ്രാവശ്യം ഉലയിൽ ഊതിക്കിഴിച്ചതാണ് ദൈവത്തിന്റെ വചനം. അതാകുന്നു അവന്റെ അഗ്നി നാവിലൂടെ പുറപ്പെടുന്നത്. ദൈവത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ വചനം അവന്റെ അഗ്നി നാവിലൂടെ. അതുകൊണ്ടാകുന്നു നമ്മളത് ശരിക്കും പ്രാപിച്ചെടുത്താൽ നമ്മുടെ കാര്യങ്ങളൊക്കെ സാധ്യമായി തീരും. നമ്മളൊരു ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അധികാരത്തോടെ ആ നാവിന് അധികാരമുണ്ട്. ദൈവത്തിൻ്റെ അഗ്നി നാവിന് അധികാരമുണ്ട്. സകലത്തെയും സ്ഥാപിക്കുവാനും സകലത്തെയും തകർക്കുവാനും അധികാരമുണ്ട്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആ നാവ് ഉണ്ട്. എന്നാൽ ദുഷ്ടന്റെ നാവ് ലോകത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്, ആമേൻ. എന്തൊക്കെയായിരുന്നാലും ദുഷ്പ്രവർത്തിക്കാരൻ നാവുണ്ട്, ലോകത്തിൻ്റെ നാവുണ്ട്. ആമേൻ. നമ്മുടെ നാവ് ദൈവത്തിൻ്റെ നാവ് ആണ്. നമ്മളത് ദൈവമക്കളുടെ നാവ് ദൈവത്തിൻ്റെ നാവായിരിക്കുവാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നാവുള്ളവർ, ആമേൻ, ആമേൻ, അവർ ദൈവ മനുഷ്യന്മാരാണ്. ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ആമേൻ, ഹല്ലേലൂയ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. അതാകുന്നു ദൈവേഷ്ടം. നമ്മളെയൊക്കെ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത് ദൈവേഷ്ടം ചെയ്യുവാൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പാനും ഇടപെടാതെ സ്തോത്രം ചെയ്യുവാനും. ഹല്ലേലൂയ. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 16, 17, 18 വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നതാകുന്നു, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. ഒന്ന് വായിച്ചാൽ സിസ്റ്ററെ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. എന്നാൽ ആമേൻ ഇവിടെ വായിക്കണ്ട, ഞാൻ അതിന് പറഞ്ഞുകൊള്ളാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രാർത്ഥനയെ ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ എന്ന് അവിടെ പറയുവാനിടയെത്തുന്നു. പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ എന്താകുന്നു? നമ്മൾ ചിന്തിച്ചു വന്നിരിക്കുന്നത് പോലെ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തോട് അപേക്ഷിക്കുക, ദൈവത്തോട് യാചിക്കുക, ഹല്ലേലൂയ, മുട്ടുക ദൈവത്തോട്. ആമേൻ. അതാകുന്നു പ്രാർത്ഥന. ദൈവത്തോട് ആമേൻ അപേക്ഷിക്കുക. ആമേൻ. നമ്മൾ ഒരു അപേക്ഷ കഴിച്ചാൽ മാത്രമേ നമുക്ക് ലഭിക്കത്തുള്ളൂ. നമ്മൾ അപ്പനോടായാലും അമ്മയോടായാലും ഞങ്ങൾക്ക് ഇന്നത് മക്കൾക്ക് ഇന്നതൊക്കെ വേണമെന്ന് പറഞ്ഞാൽ മാത്രമേ മക്കൾ അപ്പനും അമ്മയെ സാധിപ്പിച്ച് തരത്തുള്ളൂ. മിണ്ടാതിരിക്കും കാലം ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് മിണ്ടാതിരുന്നാൽ ഒന്നും സാധിപ്പിച്ച് തരത്തില്ല. ഹല്ലേലൂയ, ആമേൻ. ആവശ്യക്കാര്
ആവലാതി ബോധിപ്പിക്കണം. ആവശ്യം ആമേൻ അപേക്ഷിക്കണം. അപേക്ഷയായി പറയണം, പപ്പ അമ്മ എനിക്ക് ഇന്നത് വേണം, പുസ്തകം വേണം, എനിക്ക് ഡ്രസ്സ് വേണം, എനിക്ക് ഹല്ലേലൂയ മുടി ചീകുവാൻ ചീപ്പ് വേണം, ഹല്ലേലൂയ എനിക്കിന്ന് മധുര പലഹാരം ഉണ്ടാക്കി തരണം, എനിക്ക് പായസം ഉണ്ടാക്കി തരണം എന്നൊക്കെ നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾ കാണാം നമ്മുടെ ജീവിതത്തിൽ. ആമേൻ അത് ഒരു അപേക്ഷയാണ്. അതിനുപരിയാണ് നമ്മുടെ ദൈവത്തോടുള്ള പ്രാർത്ഥന. അപേക്ഷ പ്രാർത്ഥന. നമ്മളൊരു കോടതിയിൽ പോയാൽ അവിടെ കഴിക്കുന്ന അപേക്ഷകളെ പ്രാർത്ഥന എന്നാണ്. എൻ്റെ പ്രാർത്ഥന ഇതാകുന്നു, എൻ്റെ സങ്കടയാചന, എൻ്റെ സങ്കടം, എൻ്റെ പ്രാർത്ഥന ഇതാകുന്നു. അവിടെ ആ കോടതിയിൽ ആ പേപ്പറുകളിൽ നമ്മൾ എഴുതി കൊടുക്കും. ലാസ്റ്റിൽ ഇതാകുന്നു എൻ്റെ പ്രാർത്ഥന. ഹല്ലേലൂയ. അപ്പോൾ അതേപോലെ അതേ സ്ഥാനത്ത് തന്നെ എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ എന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞ വചനം 1 തെസ്സലോനിക്കർ 5:16, 17, 18 വചനങ്ങൾ ഉൾക്കൊണ്ട വചനങ്ങളാകുന്നു ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. നമ്മളെ ഒത്തിരി സ്തോത്രം ചെയ്യുന്നവരാണ് അല്ലേ പെന്തിക്കോസ്തുകാർ. ഒത്തിരി സ്തോത്രം. ആമേൻ. ഞങ്ങൾ കുടവളാത്ത് പോയപ്പോൾ കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുമ്പേ അവിടെ ദേവസ്വം എപ്പോഴും നടക്കുമ്പോഴിരിക്കുമ്പോൾ എപ്പോഴും സ്തോത്രം പറഞ്ഞുകൊണ്ട് നടക്കും. നമ്മളെപ്പോഴും സ്തോത്രം പറഞ്ഞ് മടുത്തവരൊക്കെയാണ് ഒത്തിരി. ആമേൻ. എല്ലാം അമ്മയൊക്കെ ദൈവവചനം പറയുന്നു, നിങ്ങൾ എപ്പോഴും സ്തോത്രം ചെയ്യുവീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. സ്തോത്രം എന്ന് പറഞ്ഞ് എന്താകുന്നു? ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ആമേൻ. ദൈവവചനം പറയുന്നു നന്ദി പറയുകയാണ്. നമ്മൾ എല്ലാറ്റിനും സ്തോത്രം. നമ്മൾക്ക് ലഭിച്ചതിന് ദൈവത്തിൽ നമ്മൾ എന്തൊക്കെ പ്രാപിച്ചു, എന്തൊക്കെ ദൈവം നമുക്ക് തന്നു, ആയുസ്, ആരോഗ്യം, വിടുതലുകൾ, നന്മകൾ, നമ്മുടെ നിമിഷങ്ങൾ, നമ്മൾ ഇതുവരെ നമുക്ക് കടന്നു നിൽക്കുവാൻ കഴിയാതെ പോയാൽ എന്തായിരിക്കും? നാളെ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയത്തില്ല, എന്തായിരിക്കും? എന്നാൽ ഇതുവരെ നമ്മൾ പ്രാപിച്ചത് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ കാണും, ഒത്തിരി ക്ഷീണവും ഭാരവും രോഗമൊക്കെ കാണും. ഇതുവരെ ഉള്ളതിന് സ്തോത്രം ചെയ്യണം, നന്ദി പറയണം. ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുത്തതിന് നന്ദി പറയുകയാണ് സ്തോത്രം ചെയ്യുക എന്നുള്ളത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ എത്ര പേർക്ക് സ്തോത്രമുണ്ട്? എത്ര ഒന്ന് കൈരപൂർത്തി പറഞ്ഞാട്ടെ, സ്തോത്രം. ഇതുവരെ എന്നെ കരുതിയതിന് സ്തോത്രം കർത്താവേ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ എന്ന്. ആമേൻ എന്ന് പറഞ്ഞ് പിന്നെയും ആമേൻ ഇത് ദൈവമക്കളുടെ ആമേൻ ഒരു ഭാഷയാണ് കേട്ടോ. ദൈവത്തിൽ നിന്നും ദൈവമക്കൾക്കും ഇടയിലുള്ളൊരു ഭാഷയാണ് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ എന്ന് പറയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. സ്വർഗത്തിൽ എപ്പോഴും ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ മറ്റുള്ള ലോകം കേട്ടാൽ ആമേൻ അവർക്ക് ചിരി വരും. ഇത് ഹല്ലേലൂയ സ്തോത്രക്കാർ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം അതിൻ്റെ അർത്ഥം അറിയാത്തത് കൊണ്ടാണ്. എന്നാൽ ആമേൻ എന്ന് പറയുന്ന ഒരു വാക്കിനർത്ഥം, ആമേൻ എന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒത്തിരി ആമേൻ പറയുന്നൊരു വ്യക്തിയാണ് കേട്ടോ. ആമേൻ പറയുന്ന വ്യക്തിയാണ്. എന്നാൽ ഞാനൊരു ഓർത്തു പോകണമെന്ന് എൻ്റെ യൗവനകാലത്തിൽ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് നമുക്കൊരു നമ്മുടെ ഒരു ബന്ധു ഒരു ചെറുപ്പക്കാരൻ അവിടെ ഉണ്ട്. ആമേൻ. അവരുടെ ഭവനത്തിൽ പ്രാർത്ഥന നടക്കുമ്പോൾ ഭവന മീറ്റിംഗൊക്കെ അവർ ഭക്തന്മാർ വന്ന് നടത്തുന്ന സമയത്ത് ആമേൻ ആ യൗവനക്കാരൻ ചെറുപ്പക്കാരൻ എപ്പോഴും ആമേൻ പറയും. ആമേൻ ഒടുവിൽ ആമേൻ പറഞ്ഞ് ആമേൻ ആ ചെറുപ്പക്കാരനെ ആമേൻ എന്നെല്ലാവരും കളിയാക്കി തുടങ്ങി. ആമേൻ എന്ന് പറഞ്ഞ് പേരിട്ട് കൊടുത്തു. കർപ്പൂണത്തെ ആമേൻ എന്ന് പറഞ്ഞ ആളിനെ നിനക്ക് അറിയത്തില്ലേ? എൻ്റെ ദേശത്തിലെ ആമേൻ. ആമേൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വാക്കാണ് കേട്ടോ. ആമേൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ എന്നുള്ളതാകുന്നു. അങ്ങനെ തന്നെയാകുന്നു. ഉറച്ച വചനമാകുന്നു, ഉറപ്പുള്ളതാകുന്നു, മാറ്റമില്ലാത്തതാകുന്നു. ആമേൻ. ഒരിക്കലും യേശു ഇങ്ങനെ ആമേൻ തൻ്റെ ഭക്തന്മാരോട് പറയാനിടയായിരുന്നു. ആമേൻ എന്ന് പറയുന്നവൻ അരുളി ചെയ്യുന്നു. ആമേൻ. ഹല്ലേലൂയ എന്ന് മോശയോട് ചെന്ന് പറയാൻ ആമേൻ ഫറവോനോട് ചെന്ന് പറയാൻ പറഞ്ഞു. മോശയോട് പറഞ്ഞതാണ് ആമേൻ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാത്തവൻ പറഞ്ഞാൽ മാറ്റമില്ല, വാക്ക് പറഞ്ഞാൽ മാറ്റമില്ലാത്തവൻ പറയുന്നു എന്ന് മോശയോട് പറയാനിടയെത്തിയെന്ന് മോശ ഫറവോനോട് പറയുവാൻ വേണ്ടി. ഹല്ലേലൂയ. ആമേൻ എന്ന് പറയുന്ന ആമേൻ നാവ് എനിക്ക് എപ്പോഴും നാവില് മേലെ ആമേൻ ഇങ്ങനെ കയറി വരും കേട്ടോ. നമ്മുടെ ദൈവവചന ധ്യാനത്തിൻ്റെ ഇടയിൽ ഒത്തിരി ആമേൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കയറി വരുന്നുണ്ട്. അങ്ങനെ ഒരു സ്നേഹിതൻ സോഷ്യൽ മീഡിയയിലൂടെ ആമേൻ ഹല്ലേലൂയ അത് പറയുമ്പോൾ ആമേൻ ഇങ്ങനെ വരികയാണ് കേട്ടോ. ഹല്ലേലൂയ. ആമേൻ ഒത്തിരി ആമേൻ കൂടിക്കഴിഞ്ഞാൽ ആമേൻ സോഷ്യൽ മീഡിയയിൽ പുറത്ത് കേൾക്കുമ്പോൾ
അവരൊന്നും അത് പരിചിതമല്ലാത്തൊരു വാക്കാണ് ആമേൻ. എന്താ മറ്റുള്ളവരുടെ നാവിൽ നിന്ന് ആമേൻ വരുന്നില്ല, ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ദേവാസന്റെ പേരിൽ നിന്ന് നാവിൽ നിന്ന് ഒത്തിരി ആമേൻ വരുന്നുവല്ലോ. ഇതെന്താ ആമേന്? ഹല്ലേലൂയ. അർത്ഥം അറിയത്തില്ല. ആമേൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ എന്നാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഞാനൊരു ഉദാഹരണം പറയാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരിക്കൽ അഡ്വർടൈസ്മെന്റ് വർക്കുമായിട്ട് ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു ക്ഷേത്രം ഇങ്ങനെ ഉണ്ട്. ആ ക്ഷേത്രത്തിൽ ഒത്തിരി ക്ഷേത്രങ്ങളുടെ അകത്ത് ഒത്തിരി പൂജാഗിരികൾ എങ്ങനെ സ്ഥാപിച്ച്, പൂജാക്ഷേത്രങ്ങൾ സ്ഥാപിച്ച് ഓരോ ദേവന്മാർക്ക് ഓരോ ചെറിയ ക്ഷേത്രങ്ങൾ അതിനകത്തുണ്ട്. ചെറിയ ക്ഷേത്രങ്ങളുണ്ട്. ഒരിടത്ത് പാമ്പിനെ പ്രതിഷ്ഠിച്ചിരിക്കും, വേറൊരിടത്ത് പഴുതാരെ പ്രതിഷ്ഠിച്ചിരിക്കും, വേറൊരിടത്ത് എലിയെ പ്രതിഷ്ഠിക്കും, വേറൊരിടത്ത് പുലിയെ പ്രതിഷ്ഠിച്ചിരിക്കും. എന്നാൽ ഇങ്ങനെയുള്ള ദേവന്മാരെ പലയിടത്തുമൊക്കെ പ്രതിഷ്ഠിച്ച് വച്ചിരിക്കുമ്പോൾ ഒരിടത്ത് ഞാൻ നിന്ന സ്ഥലം എന്നാൽ പാമ്പിനെ പ്രതിഷ്ഠിച്ച് വച്ചിരുന്ന സ്ഥലമാകത്താകുന്നു ഞാൻ നിൽക്കുവാനിടയായി തീർന്നത്. അവിടെ അഡ്വർടൈസ്മെന്റ് വർക്കുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന നിൽക്കുമ്പോൾ അവിടെ ആ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ്. ഉത്സവത്തോടനുബന്ധിച്ച് ഈ പാമ്പിൻ്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്ന വിഗ്രഹത്തിന് മുൻപിൽ പാമ്പിനെ പുകഴ്ത്തുന്ന പാട്ടുകളൊക്കെ ഇങ്ങനെ പാടുകയാണ്. പാട്ട് പാടുമ്പോൾ വേറൊരു വ്യക്തി അങ്ങനെ അവർ തമിഴിലാണ് പാടുന്ന സമയത്ത് നാഗര് എന്നൊക്കെ പറഞ്ഞ പാട്ടുകളുണ്ട്, നാഗപ്പാട്ടുകളുണ്ട്. അങ്ങനെ പാടുന്ന സമയത്ത് ഒരു വ്യക്തി നിന്ന് പറയുന്നു അങ്ങനെ തന്നെ ആമാ എന്തു പറഞ്ഞാലും ആമാ അങ്ങനെ തന്നെ മാറ്റമില്ല. അതിനെ പറഞ്ഞ് ഉറപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ലോകത്തിൻ്റെ ഗതി അങ്ങനെയാണെങ്കിൽ നമ്മൾ ദൈവമക്കളുടെ ഇടയിൽ ദൈവത്തിൻ്റെ വചനങ്ങളെല്ലാം ശക്തിയും വിടുതലും ഉള്ളതാണ്. ആമേൻ പറഞ്ഞ് ഉറപ്പിക്കേണ്ടതാകുന്നു. ആമേൻ. അതുകൊണ്ടാകുന്നു ഈ ആമേൻ എന്ന് മാറ്റമില്ല എന്ന് പറയുന്നതിൻ്റെ സാരാംശം. അത് ലോകത്തിന് ചിലപ്പോൾ മനസ്സിലാകണമെന്നില്ല, ദൈവമക്കൾക്കത് മനസ്സിലാകും. വേറൊരു ഉദാഹരണം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നെ ഒത്തിരി വേട്ടയാടിയതുകൊണ്ട് ഞാനിത് പറയുകയാണ്. എന്നെ കുറച്ചൊക്കെ എന്നെ ചിന്തിപ്പിച്ചതുകൊണ്ട് ഞാനിതിനെ പറഞ്ഞു പോവുകയാണ്. ബിസിലോട് ഹല്ലേലൂയ. എന്നാൽ യേശുവിനോട് കുറെ ചില ശിഷ്യന്മാരെ 10-12 ശിഷ്യന്മാരെയൊക്കെ തിരഞ്ഞെടുത്തു. യേശുവിൻ്റെ ഈ ലോക ശുശ്രൂഷയൊക്കെ കഴിയാറായി. അങ്ങോട്ട് താൻ ഈ ലോകത്തിന് വേണ്ടി ലോകത്തിലെ പാപികളുടെ കയ്യിൽ യേശു ഏൽപ്പിക്കപ്പെട്ടു. യേശുവിനെ കള്ളന്മാർ വന്ന് പിടിച്ചു ക്രൂശിക്കുവാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. എന്നാൽ അങ്ങനെ കൊണ്ടുപോയി പീലാത്തോസിൻ്റെ ഈ രാജത്വത്തിൻ്റെ നടുവിലൊക്കെ യേശുവിനെ വിസ്തരിക്കുവാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന സമയത്ത് യേശു തിരഞ്ഞെടുത്ത ശിഷ്യന്മാർ യേശുവിനെ വിട്ട് ഓടിപ്പോകാനിടയിൽ തീർന്നു. ഹല്ലേലൂയ. ഈ ശിഷ്യന്മാരൊക്കെ ഓടിപ്പോകാനിടയിൽ തീർന്നു. എന്നാൽ ചിലരൊക്കെ വന്ന് യേശുവിന് എന്ത് സംഭവിക്കുന്നു എന്നൊക്കെ നോക്കുവാൻ വേണ്ടി പത്രോസ് ആരൊക്കെ വന്ന സമയത്ത് പത്രോസിനെ നോക്കിയിട്ട് അവിടെയുള്ള ഒരു ബാല്യക്കാരത്തി പറയാണ്, ഇതാ നിൽക്കുന്ന ഇവനും അവനോട് കൂടെ ഉള്ളവനാണ്. അവൻ്റെ സംഭാഷണം അതുപോലെയാണ്. അവനോട് കൂടെ ഉള്ള സംഭാഷണമാണ് ഇവൻ്റെ ഉള്ളത്. പത്രോസിനുള്ള സംഭാഷണം യേശുവിൻ്റെ സംഭാഷണത്തോട് യേശു പറയുന്ന ആമേനും സ്തോത്രവും എല്ലാം നിറഞ്ഞതാണ്. അതുകൊണ്ട് അതേ സംഭാഷണമാണ് ഇവന് നിന്ന് പറയുന്നത്, ഈ പത്രോസ് പറയുന്നത്. യേശുവിൻ്റെ മക്കൾക്ക് യേശുവിൻ്റെ അനുഗമിക്കുന്ന ഒരു പ്രത്യേക സംഭാഷണ ശൈലിയുണ്ട്. അതാകുന്നു ഈ ഹല്ലേലൂയയും സ്തോത്രവും ആമേനും. ഇതിനെല്ലാം അർത്ഥവത്തായ കാര്യമാണ്. ഇതെല്ലാം നാവിൽ നിന്ന് വരുന്നു. ആമേൻ. നമ്മുടെ ഹൃദയത്തിൽ എന്താ നിറഞ്ഞിരിക്കുന്നത് അതാകുന്നു വായ് പ്രസ്താവിക്കുന്നത്. കർത്താവിന്റെ വചനം പറയുന്നു ആമേൻ, ഈ ലോകത്തിലെ നന്മകളും സ്വർഗത്തിലെ നിത്യതയും നാവിൻ്റെ അധികാരത്തിലാണ് ഇരിക്കുന്നത്. ഒരാളിനെ താഴ്ത്തുകയും ഒരാളിനെ ഉയർത്തുകയും ചെയ്യുന്ന നാവിൻ്റെ അധികാരത്തിൽ നിന്നാണ്. ഹല്ലേലൂയ. ഒരു നാവ് പറയുന്നു അവനെ ഉയർത്തുക, അവനെ വിടുവിക്കുക, അവനെ സ്വതന്ത്രനാക്കുക, അവനെ സൗഖ്യമാക്കുക. ആമേൻ. മറ്റൊരു നാവ് പറഞ്ഞ അവനെ ബന്ധിക്കുക, ബന്ധനത്തിൽ അകപ്പെടുത്തുക. ഓ സ്തോത്രം. എന്നാൽ ഇവിടെ മൂർച്ചയേറിയ നാവുണ്ട്. മൂർച്ചയേറിയ നാവേ നിനക്ക് എന്തു വരും? ഹല്ലേലൂയ. ഒരേ വായിൽ നിന്ന് തന്നെ
ശാപം. നമുക്ക് വചനത്തിലേക്ക് കടന്നു പോകേണ്ടതുണ്ടല്ലോ. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് പോയാൽ ദൈവവചനത്തിലേക്ക് കടന്നു പോകാൻ നമുക്ക് സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. നമ്മളങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നാവ് തന്നിരിക്കുന്നത്, നാവിൽ നിന്ന് ഏറ്റവും നല്ല രണ്ട് കാര്യങ്ങളാകുന്നു. ഇടപെടാതെ പ്രാർത്ഥിക്കുകയും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുകയും. നമ്മുടെ നാവിൽ നിന്ന് വരുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായ രണ്ട് കാര്യങ്ങളാകുന്നു. എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. അതിനപ്പുറത്ത് വരുന്നത് ദുഷ്ടങ്കിൽ നിന്ന് വരുന്നതാകുന്നു കേട്ടോ. നമുക്ക് ഏറ്റവും ദൈവത്തിന് പകർന്ന് തിരികെ കൊടുക്കാൻ വേണ്ടി നാവ് നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിന് കൊടുക്കുവാൻ വേണ്ടിയുള്ള ഏറ്റവും നല്ലതായ രണ്ട് കാര്യമാണ് ഇടപെടാതെ പ്രാർത്ഥിക്കുകയും എല്ലാത്തിനും സ്തോത്രം ചെയ്യുന്നതെന്ന് പറയും. നമ്മളെന്താ പറഞ്ഞത്? ആമേൻ, നന്ദി പറയുക. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോഴാകുന്നു ആമേൻ ഒരിക്കൽ ഒരു ചെറിയൊരു ചെറുകഥയെ കൂടി ഇതിനകത്ത് ഓർപ്പിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചു. ഒരു ചെറുകഥ. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ഒരു ജ്ഞാനിയായ മനുഷ്യൻ ഒരു മൃഗത്തെ ബലി കഴിക്കുമ്പോൾ, ഹല്ലേലൂയ, ഒരിക്കൽ ഒരു ജ്ഞാനിയായ മനുഷ്യൻ ഒരു മൃഗത്തെ ബലി കഴിക്കുമ്പോൾ മൃഗത്തിൻ്റെ ഏറ്റവും ഹീനമായതും മെച്ചമായതുമായ ഭാഗം തനിക്ക് വേണ്ടി വേർതിരിക്കണമെന്ന് തൻ്റെ പുരോഹിതനോട് വ്യവസ്ഥ ചെയ്തു. അവിടെ ആമേൻ ജ്ഞാനിയായ മനുഷ്യൻ താൻ ഹല്ലേലൂയ ആമേൻ യാഗത്തിന് പോലും വെറും മൃഗയാഗത്തിന്, പഴയ കാലത്തിൽ മൃഗത്തെ അർപ്പിച്ചാകുന്നു യാഗം അർപ്പിച്ചു കൊണ്ടിരുന്നത് പഴയ നിയമപ്രകാരം. അങ്ങനെ ഹല്ലേലൂയ യാഗം അർപ്പിക്കാൻ പുരോഹിതന്റെ അടുത്ത് മൃഗവുമായി ചെന്നിട്ട് ജ്ഞാനിയായ മനുഷ്യൻ പറയാണ്, ആ മൃഗത്തെ അർപ്പിക്കുന്നതിന് മുൻപ് ഹല്ലേലൂയ അതിൻ്റെ ഹീനമായതും മെച്ചമായതുമായ ഭാഗത്തെ എനിക്ക് വേണ്ടി വേർതിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആമേൻ ആ വ്യവസ്ഥ അനുസരിച്ച് പുരോഹിതൻ മൃഗത്തിൻ്റെ ഏത് ഭാഗം വേർതിരിക്കണമെന്ന കാര്യത്തിൽ പുരോഹിതൻ ആലോചനകളാൽ ഇങ്ങനെ മുഴുകുവാനിടയത്. ഏത് ഭാഗം ഈ മൃഗത്തിൻ്റെ ആമേൻ യാഗമർപ്പിക്കാൻ വന്ന വ്യക്തിയുടെ ആവശ്യം എന്ന് പറയുന്നത് ഏറ്റവും ഹീനവും ഏറ്റവും മെച്ചവുമായ ഭാഗം എനിക്ക് തരണം, പിന്നെ നീ യാഗം അർപ്പിച്ചോളൂ. അപ്പോൾ പുരോഹിതൻ അങ്ങനെ ചിന്തിച്ചപ്പോൾ പുരോഹിതൻ ചിന്തിച്ചിട്ട് ഒടുവിൽ മൃഗത്തിൻ്റെ നാവ് അറുത്ത് ഈ അർപ്പകനാകുന്ന ഈ യാഗമർപ്പിക്കുവാൻ വന്ന വ്യക്തിക്ക് വേണ്ടി അങ്ങോട്ട് മാറ്റി ഒരു പാത്രത്തിൽ മാറ്റി വെച്ചു. നാവ് അറുത്ത്, മറ്റൊന്നും അറുത്ത് വച്ചില്ല, ഈ അർപ്പകന് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. എന്നാകുന്നു ആമേൻ. എന്നിട്ട് ബാക്കിയുള്ള ഭാഗം യാഗമർപ്പിച്ചു. ആമേൻ. എന്തിനെന്ന് ചോദിച്ചാൽ നാവ് ഹീനവും മെച്ചവുമായവയാണ്. രണ്ട് ചെയ്യും. നാവ് ചതിക്കും, നാവ് രക്ഷിക്കും. നാവ് താഴ്ത്തും, നാവ് ഉയർത്തും. നാവ് അനുഗ്രഹിക്കും, നാവ് ശപിക്കും. ആമേൻ, ആമേൻ, ആമേൻ. നാവ് സ്തോത്രം എല്ലാ തരത്തിലും ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യും. അങ്ങനെ പറഞ്ഞാൽ ഒത്തിരിയും പറയേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്തിൽ ആമേൻ ഹല്ലേലൂയ അങ്ങനെ സ്തോത്രം ഒത്തിരി വിഷയങ്ങളാണ് മനുഷ്യൻ്റെ നാവിൽ നിന്ന് വരുന്നത്. അങ്ങനെ നമുക്ക് ദൈവജനത്തിലേക്ക് നമുക്ക് പോയി നോക്കിയാൽ യാക്കോബിൻ്റെ ലേഖനത്തിലേക്ക് നമ്മളൊന്ന് കടന്നു ചെല്ലുമ്പോൾ, യാക്കോബിൻ്റെ ലേഖനം അവിടെ ഈ നാവിൻ്റെ സവിശേഷതകളെ കുറിച്ചൊക്കെ ഒന്ന് എഴുതിയിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നോക്കിയാൽ നമ്മളൊന്ന് ശോധന, ഞാനിതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ദൗത്യമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സൂക്ഷിച്ചാൽ നാവ് കടിഞ്ഞാണിട്ടാൽ ദുഃഖിക്കേണ്ട. നമ്മുടെ ജീവിതത്തിൽ നാവ് കടിഞ്ഞാണില്ലെങ്കിൽ നമ്മൾ ദുഃഖിക്കേണ്ടി വരും. എൻ്റെ ദൗത്യമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് പറയുവാനുള്ളത് മനുഷ്യനോട്, ദൈവത്തിന് പറയുവാനുള്ളത് ദൈവ മനുഷ്യനിലൂടെ തൻ്റെ ജനത്തോട് പറയുന്നതാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. നമ്മൾ കേട്ടനുസരിച്ചാൽ അനുഗ്രഹം, കേട്ടനുസരിച്ചെങ്കിൽ നമ്മൾ വാളിനിരയായി തീരും.
മൂർച്ചയേറിയ വാളുണ്ട്, നമുക്ക് മുൻപിൽ കറങ്ങുന്നൊരു വാളുണ്ട്. ആ വാൾ ഇന്ന് ഏദൻ തോട്ടത്തിൽ കെരൂബുകൾ സൂക്ഷിച്ചു വെച്ചോട് നിൽക്കുകയാണ്. മനുഷ്യൻ്റെയൊക്കെ മുമ്പിലാണ് നിർത്തിയിരുന്നത്. മനുഷ്യനാകുന്ന വാൾ സൂക്ഷിക്കാൻ കൊടുത്തിരുന്നത്. ഏദൻ തോട്ടത്തിൽ വെച്ച് തന്നെ സാത്താൻ മനുഷ്യനെ തെറ്റിച്ചതുകൊണ്ട് മനുഷ്യനെ അടിച്ച് തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയിട്ട് കെരൂബിനെ മുൻപിൽ നിർത്തി വാളിൻ്റെ ജ്വാലയുമായി ആമേൻ തോട്ടം കാക്കുവാൻ വേണ്ടി. ഹല്ലേലൂയ. അങ്ങനെ കറങ്ങുന്ന വാൾ നമ്മുടെ നടുവിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. യാക്കോബിൻ്റെ ലേഖനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. നമ്മൾ അതിൻ്റെ 103 മുതലല്ലോ, യാക്കോബ് 3-ാം അധ്യായം. ആമേൻ. അതിൻ്റെ യാക്കോബിൻ്റെ ഒന്നാമത്തെ അതിൻ്റെ 1-2 മുതലൊന്ന് വായിക്കുമ്പോൾ, നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ ശക്തനായി ആകുന്നു. മതി തുറന്നുകൊണ്ട് വായിക്കണം. അവിടെ നമ്മൾ പറയുന്നത് നമ്മൾ എല്ലാറ്റിനും വാക്കിൽ തെറ്റിപ്പോകുന്നു. ഒത്തിരി തെറ്റിപ്പോയ പാത്രമാണ് നമ്മളത് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ വാക്കുകളെ നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വാക്കിങ്ങനെ കളവള കിടപ്പുണ്ട്. നാക്കിനെ അമർത്താൻ ആർക്കും കഴിയത്തില്ല. നാക്കിനെ നിയന്ത്രിക്കാൻ ഒത്തിരി നാക്കിട്ടടിക്കുമ്പോൾ ചിലർക്ക് പറയില്ലേ, ഒന്ന് അടങ്ങിയിരിക്കുക. നാവ് കൊണ്ട് അല്ലെങ്കിൽ ഒന്നടങ്ങിയിരിക്കുക. എന്തൊരു ബഹളം! തന്നെ നാവിനെ ഒന്ന് അടക്കി വെക്ക്. അല്ല, അങ്ങനെ ഒത്തിരിയൊക്കെ നമ്മൾ പറഞ്ഞും കേട്ടും അനുഭവിച്ചും ഒക്കെ വരികയാണ്. ആമേൻ. നാവ് കൊണ്ട് ഒത്തിരിയൊക്കെ നമുക്കുള്ളവരെ നമ്മൾ കൂടുതലൊന്നും പറയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നാവ് കൊണ്ട് എന്താ വായിച്ച മകളെ? ആദ്യം വായിച്ചത് നാവ് കൊണ്ട് എല്ലാവരും പലപ്പോഴും തെറ്റിലേക്ക് ആദ്യം മുതലേ നാവിൽ നിന്ന് സാത്താന്റെ നാവിൽ നിന്ന് പുറപ്പെട്ടു വന്നത് നിമിത്തമാണ് തെറ്റ് ലോകത്തിൽ വന്നത്. ആ തെറ്റിയ സാത്താന്റെ ഉപദേശം കേട്ടവർ മുഴുവനും തെറ്റിപ്പോയിരിക്കുകയാണ്. ഇന്ന് തെറ്റാകുന്ന ഒത്തിരി പേർക്ക് ശരിയായിരിക്കുന്നത് ആ തെറ്റുകളെയാണ് ഒത്തിരി പേർക്ക് ഇഷ്ടം. തെറ്റായ ഉപദേശം ഒത്തിരി പേർക്ക് ഇഷ്ടം. തെറ്റായത് പാല്, തേര്, തേൻകട്ട, മധുരം, ഒത്തിരി മധുരമാണ്. ഹല്ലേലൂയ. ഒത്തിരി മധുരമാണ് ചിലർക്കൊക്കെ. ആമേൻ. ചിലരുടെ വാക്കുകൾ ചിലരെ കുറിച്ച് മറ്റുള്ളവരെ കുറിച്ച് ദുഷിച്ചോണ്ടൊക്കെ കൊണ്ടോട്ട് വരും, അപമാനിച്ചോണ്ടൊക്കെ ഇനി വരും. അയ്യോ, ഇന്ന വ്യക്തി ഇന്നത് എന്താ പറയൂ കേൾക്കട്ടെ, അത് മധുരം. ആമേൻ. ഇങ്ങനെ നമ്മൾ ഒത്തിരി തെറ്റിപ്പോയിരിക്കുന്നു. നമ്മൾ തെറ്റി തിരുത്തണം. നമ്മുടെ ജീവിതത്തിൽ ദൈവാത്മാവ് പറയും, തെറ്റ് തിരുത്തണം. നമ്മുടെ വാക്ക് ഇങ്ങനെ അങ്ങ് വിട്ടുകൊടുത്താൽ സാത്താൻ നമ്മളെ നരകത്തിലേക്ക് എത്തിക്കും. അതിൻ്റെ തുടർച്ച വചനങ്ങളാണ് താഴോട്ട് എഴുതിയിരിക്കുന്നത്. ഞാൻ പറയുന്നതല്ല, ദൈവം പറയുന്ന കാര്യമാണ്. നമ്മളിത് ഇങ്ങനെ നാട്ടുകാരോടും നാടോടും പോയി നടുകെ കൊണ്ട് ഓടിയാലുണ്ടല്ലോ, അത് നമ്മളെ നാശത്തിൻ്റെ പടുകുഴിയിൽ എത്തിച്ചേർപ്പിക്കും. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് നമ്മുടെ നാവ് ഒത്തിരി ദോഷം ചെയ്യുന്നു എന്നാകുന്നു. അവിടെ മകളെ വായിച്ചാലും നാവ് ഒത്തിരി ദോഷങ്ങളെ ചെയ്യുന്നു. ഒരാൾ വാക്കിൽ തെറ്റാതിരിക്കാമേ. തെറ്റിയവനെ കുറിച്ച് നമ്മളൊക്കെ തെറ്റിയവരാണ്. പലപ്പോഴും പലരും തെറ്റിച്ചവരൊക്കെയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഒരുവൻ വാക്കിൽ തെറ്റാതിരുന്നാൽ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ. ഒരാൾ നാക്ക് അടക്കി വച്ചിരുന്നാൽ തൻ്റെ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണ്ടിട്ട് സൂക്ഷിക്കും പോലെയാകുന്നു. ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. ചിലരൊക്കെ ഉണ്ടല്ലോ, ചിലരൊക്കെ ആക്ഷേപവും അതിക്ഷേപമായിട്ടൊക്കെ നിൽക്കുമ്പോൾ ചിലരൊക്കെ നാവ് അടക്കി വെച്ചോണ്ട് മിണ്ടായിരിക്കും. ചിലർ പറഞ്ഞിട്ടില്ലേ, മിണ്ടാതിരിക്കുന്ന ജ്ഞാനിക്ക് ഭൂഷണമെന്ന്. ജ്ഞാനിക്ക് അവന്മാർ അവിടെ എന്തോ ചെയ്തിട്ട് നമുക്ക് വാവൊന്ന് പൊത്തണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരങ്ങ് എന്തോ ആയിക്കൊള്ളട്ടെ, ആടെ പാടെ എന്തോ ഓടെ എന്തോ ചെയ്യട്ടെ. പ്രൈസ് ദി ലോർഡ്.
ആമേൻ. ഇവിടെ നാവ് അടക്കി വെച്ചിരുന്നാൽ അവൻ്റെ ശരീരത്തിന് ഭൂഷണം എന്നാകുന്നു. മകൾ വായിച്ചാലും ഷാനു വായിച്ചാലും. ഷാനുവിന് മൈക്ക് കൊടുത്താൽ കൊള്ളാമായിരുന്നു. ഒരു മൈക്ക് കേടായിട്ടിരിക്കുകയാണ്, നമുക്കത് പുനർനിർമ്മാണം ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. കുതിരയ്ക്ക് അടുത്ത് പറയുന്നത് കുതിരയെ അധീനമാക്കുവാൻ വായിൽ കടിഞ്ഞാണിട്ട് അതിൻ്റെ ശരീരം മുഴുവൻ തിരിക്കുന്നുവെന്ന് അവിടെ വചനം എഴുതിയിരിക്കുകയാണ്. ആമേൻ. തുടർന്ന് വായിക്കണം. ഇതവിടെ നിർത്തി വായിച്ചാൽ മതി. അവിടെ കുതിരയെ നിയന്ത്രിപ്പാൻ, കുതിരയ്ക്ക് കടിഞ്ഞാണ് ഇടുന്നത്. കുതിര വലിയ ശക്തിയുള്ള ഒരു മൃഗമാണ്. കുതിര ശക്തിയാണ് ഏറ്റവും വലിയ ശക്തി ഭൂതലത്തില്. സിംഹത്തിന് ശക്തിയുണ്ട് എങ്കിലും കുതിരയുടെ ഓട്ടം, കുതിരയുടെ ശക്തി, കുതിരശക്തി, കുതിരയ്ക്കാണ് മൃഗങ്ങളിൽ ഏറ്റവും പറന്ന് ഓടി വളരെ ശക്തിയോടുകൂടെ ഓടുവാൻ കഴിയുന്നൊരു ജീവിയാണ് ആമേൻ കുതിര. കുതിരശക്തി ഇത്ര പവർ, ഇത്ര ഹോഴ്സ് പവർ എന്ന് ആമേൻ ലോകം കണക്ക് കൂട്ടി വച്ചിരിക്കുകയാണ്. അല്ല ഇത്ര ഇന്ന എഞ്ചിനിന്, ഇന്ന യമഹ എഞ്ചിന് അല്ലെങ്കിൽ ഹോണ്ട എഞ്ചിനിന് ഇത്ര ഹോഴ്സ് പവർ, ഇന്ന എഞ്ചിൻ പ്ലെയിൻ ഓടുന്നതിന് അതിന് അത് കറങ്ങുവല്ല ഇത്ര ഹോഴ്സ് പവർ. ഇങ്ങനെ അത് പവറുണ്ട്. കുതിരശക്തി. അങ്ങനെ ഹല്ലേലൂയ. ആ കുതിരശക്തിയെ അടക്കി വയ്ക്കുന്നത് കടിഞ്ഞാണ് കൊണ്ടാണ്. ആമേൻ. അതിന് കടിഞ്ഞാണില്ലെങ്കിൽ ആമേ കുതിര എങ്ങോട്ടെങ്കിലുമൊക്കെ എടുത്തോണ്ടങ്ങ് പോയിക്കളയും. ഹല്ലേലൂയ. കുതിരയ്ക്ക് വാക്യകത്തൂടെയാണ് കടിഞ്ഞാണ് വിട്ടേക്കണത്. വാക്യകത്ത് ഒരു കമ്പി ഇങ്ങനെ ഇടും. വാക്യകത്തൂടെ ഈ ഹല്ലേലൂയ നമ്മൾ ക്ഷേത്ര ഉത്സവമൊക്കെ അങ്ങനെ കടന്നു പോണ സമയത്ത് ആമേൻ ഹല്ലേലൂയ ചില ക്ഷേത്രങ്ങളിൽ വിശ്വസിക്കുന്നവരുടെ കവളത്ത് കൂടി ഒരു കമ്പി കോർത്ത് മറുഭാഗത്ത് ഒരു ശൂലം കോർത്തിങ്ങനെ തുള്ളിക്കൊണ്ട് ഇങ്ങനെ പോകുന്നത് പോലെ ഹല്ലേലൂയ കമ്പി കോർത്ത് ഇങ്ങനെ വെച്ചേക്കും. എന്തോന്നും മുരുകൻ ദേവനോ, അവരുടെ മുരുകൻ ദേവൻ എന്തോ ദേവൻ്റെയൊക്കെ പേരിൽ കമ്പി കോർത്തു. അതുപോലെയോ അല്ല, വാക്യകത്ത് ഒരു കമ്പി എടുത്തിട്ടിരുന്നാൽ നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. നമ്മുടെ നമ്മൾ വായ തുറന്നിരിക്കുന്ന സമയത്ത് കമ്പി എടുത്തിട്ട് ഇടിച്ചാന്നിരിക്കും. അല്ലെ ഒരു കമ്പിയെ വേറെ എന്തായാലും കടിച്ചെങ്കിലും മുറിക്കാം, കമ്പിയെ കടിച്ചു മുറിക്കാൻ പറ്റത്തില്ല. ഇത് കമ്പി ഇട്ട് ആമേൻ ക്രോസ് ചെയ്തതിന് ശേഷം അതിൻ്റെ ബാക്കിലോട്ട് ബെൽറ്റൊക്കെ ഇട്ട് പൂട്ടി പിടിപ്പിച്ചാണ് കുതിരയെ സ്വാധീനമാക്കുന്ന, മനുഷ്യനെ സ്വാധീനമാക്കുന്ന. അല്ലെങ്കിൽ സ്വാധീനമാകത്തില്ല. കുതിരയുടെ ശക്തി അത്രയും പവറുള്ളതാണ്. മനുഷ്യന് അനുകൂലമായി ഇരിക്കണമെങ്കിൽ അങ്ങനെ ഇരുമ്പ് ദണ്ട് കമ്പി അകത്തൂടെ ഇട്ട് പിടിപ്പിച്ചതിന് ശേഷം മാത്രം ആ കുതിരയെ സ്വാധീനമാക്കുന്നതെന്നാണ് ദൈവത്തിൻ്റെ വചനം. വായിച്ചാലും മോളെ കുതിരയെ അധീനമാക്കുവാൻ വായിൽ കടിഞ്ഞാണിട്ട് അതിനെ ശരീരം മുഴുവനും നമുക്ക് അധീനമായി തിരിക്കുകയാണ്. അങ്ങനെ ആമേ. അടുത്ത് പറയുന്ന കപ്പൽ എത്രയും വലുതാണ്, അതിനും വലിയ ശക്തിയുണ്ട്. കടലിനെ അതിജീവിക്കുവാനുള്ള ശക്തി കപ്പലിലുണ്ട്. അവനെ അവിടെ പറയുന്നത് കപ്പൽക്കാരൻ ആമേൻ കപ്പലിലുള്ള ചെറിയ ക്രമീകരണം കൊണ്ട് അതിനെ കപ്പലിൽ തിരിക്കുന്നു. വലിയ കപ്പലിനെ തിരിക്കാൻ ആരെ കൊണ്ടെങ്കിലും കഴിയുമോ? തിരകളെ അതിജീവിച്ച് താണ്ടി പോകുന്ന ഒരു വലിയ കപ്പലിനെ അതിനെ ചുക്കാൻ കൊണ്ട് കപ്പിത്താൻ കപ്പലിനെ ഏതൊക്കെ ദിശയിലേക്ക് പോകണം തിരിക്കുന്നത് പോലെ തിരിക്കുന്നുണ്ട്. അതിനെ തിരിക്കുന്നുണ്ട്. വായിച്ചാലും ആയാലും ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവമാണെങ്കിലും വളരെ വമ്പു പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് എല്ലാവർക്കും ആമേൻ കപ്പലിനെ വലിയ കപ്പലിനെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ചുക്കാൻ മതി, നാവ് പോലെ ചെറിയൊരു സാധനം മതി. അതേപോലെയാകുന്നു ആമേൻ നാവ്. വളരെ വമ്പു പറയുന്നു. എടാ ഞാങ്ങോട്ട് വന്നവുണ്ടല്ലോ കേട്ടോ, സാറ് പലപ്പോഴൊക്കെ പറഞ്ഞിരിക്കുന്നത് നമ്മളൊക്കെ പറഞ്ഞിട്ടുള്ളവരാണ്. അങ്ങോട്ട് വന്നാലുണ്ടല്ലോ ചിലരൊക്കെ നമ്മളവിടെ നമ്മളെ നോക്കിയിട്ട് ഒക്കെ പറഞ്ഞിരിക്കാം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേടാ എന്നെ നിനക്കറിയാമോ, ഞാൻ അങ്ങോട്ട് വന്നാലുണ്ടല്ല. സ്തോത്രം. ഹല്ലേലൂയ. ആമേ എന്നൊക്കെ നമ്മൾ ഒത്തിരി നാവ് കൊണ്ട് പറഞ്ഞിട്ടുള്ളവരാണ്. വളരെ മുമ്പ് എന്നെ നിനക്കറിയാമോ, ഇന്ന കുടുംബം, ഇന്ന വംശം, ഇന്ന പാരമ്പര്യം, എനിക്കുള്ള ആൾ ബലം, അശ്വബലം നിനക്കറിയാമോ, ആൾ ശക്തി അറിയാമോ. ആമേൻ. രാഷ്ട്രീയക്കാരൊക്കെ നിൽക്കുന്നത് അത് ഒത്തിരി വമ്പ് പറഞ്ഞുകൊണ്ടാണ് രാഷ്ട്രീയക്കാർ നിൽക്കുന്നത്.
ആമേൻ, ആമേൻ. ഇന്ന് ദൈവസന്നിധിയിൽ നമ്മളെക്കുറിച്ചൊക്കെ ഒന്ന് ഓർത്തു നോക്കിയാൽ ഒന്നുമല്ല അല്ലേ. ഉറച്ചു നിന്നാൽ എന്താ പറയുന്നത്? മനുഷ്യനെ കുറിച്ച് പറയുന്നത് ഒരു ശ്വാസം, ഒരു നിഴൽ, ഒരു ആവി. ആമേൻ, ആമേൻ. പ്രഭാതത്തിൽ വിരിഞ്ഞു വരുന്ന പൂ പോലെ, ആമേൻ, ആമേൻ. പുല്ലുപോലെ, മുളച്ചു വരുന്ന പുല്ലുപോലെ വൈകുന്നേരത്ത് അരിഞ്ഞു വാടിപ്പോകും. ആമേൻ. എന്നാൽ ഈ വലിയ നാവുണ്ടല്ലോ, ചെറിയ നാവ് വളരെ വലിയ വമ്പ് പറയും. എടാ, നിനക്ക് എന്നെ അറിയാം, അറിഞ്ഞുകൂടാത്തോണ്ടാണ്. എടാ, ഞാനൊന്ന് പ്രാർത്ഥിച്ചാലുണ്ടല്ലോ നിന്റെ കാര്യം പോക്ക്, ഞാനൊന്ന് ശപിച്ചാലുണ്ടല്ലോ നിന്റെ കാര്യം പോക്ക്. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. എന്നൊക്കെ അങ്ങോട്ട് വമ്പ് പറയും. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഒത്തിരി വമ്പ് പറയും. നാവ് ചെറിയ അവയവമാണെങ്കിലും ഒത്തിരി വമ്പ് പറയുന്നു. ആമേൻ. ദൈവം നമുക്ക് നാവ് തന്നിരിക്കുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദി പറയുവാൻ, ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ, ദൈവമേ സിട്ടാവേ എന്ന് വിളിക്കുവാൻ, നമുക്ക് നല്ല ഭക്ഷണങ്ങൾ കഴിക്കുവാൻ, നല്ലത് സംസാരിക്കുവാൻ, അനുഗ്രഹിപ്പാൻ ഒക്കെ തന്നിരിക്കുന്നത്, നല്ലത് ചെയ്യുവാൻ വേണ്ടി തന്നിരിക്കുന്നു. എന്നാൽ മകളെ വായിച്ചാൽ, തുറന്ന് വായിച്ചാലും അതേപോലെ നിർത്തി വായിക്കണം. എന്താ? കുറഞ്ഞ തീ, ഒരു ചെറിയ തീപ്പെട്ടിക്കൊള്ളി മതി. തീ, അതിൽ നിന്ന് തീപ്പെട്ടി ഉരച്ച് കഴിയുമ്പോൾ തീ പുറപ്പെടും. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. ഒരു തീപ്പെട്ടിക്കൊള്ളി മതി ഒരു വൻ കാടിനെ ദഹിപ്പിച്ച് കളയുവാൻ. പ്രൈസ് ദി ലോർഡ്. ഒരു തീപ്പെട്ടി തിരിയിരുന്ന് പലപ്പോഴും ആമേൻ കാട്ടുതീയൊക്കെ ആമേൻ പലയിടത്തും മലകളിൽ ഹല്ലേലൂയ കത്തുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? കാട്ടുതീ. ആമേൻ. ആളുകളൊക്കെ എന്താ പറയുക? അയ്യോ അവിടെ കാട്ടുതീ, അമേരിക്കയിൽ കാട്ടുതീ, വേറെ ഒരു സ്ഥലത്ത് കാട്ടുതീ, നാട് മുഴുവനും കത്തിപ്പോയി. അതൊക്കെ ആരാണ് ചെയ്യുന്നത്? ആരാണ് ചെയ്യുന്നത്? ഓട്ടോമാറ്റിക്കായിട്ട് കത്തുന്നതാണ്? അല്ല, ദുഷ്ടന്മാര്. ആമേൻ, ദുഷ്ടന്മാര് കത്തിക്കുന്നതാണത്. ആരെങ്കിലും ഒരാൾ തീപ്പെട്ടി ഉരച്ചങ്ങോട്ട് കാട്ടിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും ഒന്ന് ഇട്ടു കൊടുത്താൽ മതി, പിന്നെ ഉണങ്ങി പറന്നു കിടക്കുന്ന അവസ്ഥയിൽ കാടങ്ങ് കത്തി പടർന്നു പിടിക്കും. ആർക്കും അണയ്ക്കുവാൻ കഴിയത്തില്ല. അതേപോലെയാണ് മനുഷ്യൻ്റെ നാവ്. മനുഷ്യൻ്റെ നാവ് ആമേൻ വലിയ കുഴപ്പം ചെയ്യും കേട്ടോ. ആമേൻ. ഒരിടത്തൊന്ന് ഊന്നിട്ടോടത്ത്, ഇടേ ഇന്നടത്ത് ഒന്ന് അറിഞ്ഞാൽ നീ ഒന്ന് ഇന്നതാണ് കേട്ടോ, ഇന്ന വീട്ടിൽ ഇന്ന വ്യക്തിക്ക് ഇന്നതാണ് കേട്ടോ. ആമേൻ, ആമേൻ. ശത്രുക്കളൊന്ന് കേട്ടാൽ മതി, അങ്ങ് ആമേൻ ഇത് കൊണ്ടങ്ങ് പറപ്പിച്ചുകൊണ്ട് പോകും. ഒരു നിമിഷം കൊണ്ട് അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ഈ ആമേൻ ഈ രാജ്യങ്ങളൊക്കെ കിടുകിട്ടാക്കടിപ്പിക്കും. മനുഷ്യൻ്റെ ആമേൻ കേൾക്കുന്ന എന്താണ്? ആമേൻ ഒരു വാക്ക്, ഒരു നാവിൽ നിന്ന് പുറപ്പെട്ട ഒരു ചെറിയ തീ, നാവിൽ നിന്ന് പുറപ്പെട്ടത് ഹല്ലേലൂയ രാജ്യങ്ങളെ പിടിച്ചു കൊടുക്കും. ഇന്ന് ട്രംപ്, അല്ലെങ്കിൽ ട്രംപ് പറയുന്നത്, അവൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്ക്, അമേരിക്കൻ പ്രസിഡന്റാണ് ട്രംപ് പറയുന്നത്, ഭൂതലമാകെ ശ്രദ്ധിച്ചു വരികയാണ്. ഓരോ നിമിഷവും നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധിച്ചു വരികയാണ്. നെഹമ്യാവ് പറയുന്നത് എന്താണ്? ഇസ്രായേൽ മക്കൾ പറയുന്നു വരുന്നത് എന്താണ്? ആമേൻ, ഹല്ലേലൂയ. അതേപോലെ ഇസ്ലാമിസ്റ്റുകൾ, മുസ്ലിമുകൾ എന്താകുന്നു പറയുന്നത്? അതിൻ്റെ അധിപന്മാരുടെ വായിലെ വാക്കുകൾ എന്തായിരിക്കുന്നു? അതൊക്കെ ജ്ഞാനത്തോടുകൂടെ ഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ ഓരോരുത്തരും. അവരുടെ നാവിൽ നിന്ന് എന്ത് വരുന്നു? ഞാൻ ഒത്തിരി സോഷ്യൽ മീഡിയയിലൂടെ ആമേൻ പ്രത്യുത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നോട് ഇതുവരെ ആരും എതിർത്ത് വന്നിട്ടില്ല. ഞാൻ ഇസ്ലാമിസ്റ്റുകളെയും ഇസ്മായേലും യഹൂദന്മാരെ കുറിച്ച്, ദൈവ പദ്ധതികളെ കുറിച്ചൊക്കെ ഒത്തിരി കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചില അഭിപ്രായങ്ങളൊക്കെ ഞാനും പറയുന്നുണ്ട്. ഹല്ലേലൂയ. സോഷ്യൽ മീഡിയയിലൂടെ പലരും കേൾക്കുന്നുണ്ട്. അതിന് മറുപടി പറയാതിരിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെല്ലാം നമ്മുടെ നാവിൽ നിന്ന് വരും. മകളെ വായിച്ചാലും യെസ്, നാവ് ഒരു തീ തന്നെ കത്തിച്ചു കളയും, തവിട് പൊടിയാക്കി കളയും നാവ്. അതുകൊണ്ട് നാവിനെ സൂക്ഷിക്കണം. ഭൂതലത്തിന് നമ്മുടെ നാവായിരുന്നാലും ലോകത്തിന്റെ നാവായിരുന്നാലും ആമേൻ വഞ്ചനയുള്ള നാവ് അങ്ങ് നാശത്തിലേക്ക് പോകും. തീ തകർത്തുകൊണ്ട് നാശത്തിലേക്ക് പോകും. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നശിപ്പിക്കുവാൻ എത്ര ശത്രുക്കൾ നമുക്ക് നേരെ തീയമ്പുകൾ അയച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മളെ ദൈവം കാത്തതുകൊണ്ടാണ് നമ്മൾ നൽകുക. എൻ്റെ ജീവിതത്തിൽ ആമേൻ ഞാൻ ഈ ഇവിടെയൊക്കെ വന്നിട്ട് തന്നത് തന്നെ നമ്മളെ ഒക്കെ വാക്കിനാലൊക്കെ തകർത്ത് തരിപ്പണമാക്കത്തക്ക രീതിയിൽ നമ്മുടെ ശത്രുക്കൾ, ആത്മീക ഭൗതികമാകുന്ന ശത്രുക്കൾ ഒത്തിരി ഉണ്ട്. നമുക്ക് ചുറ്റിൽ ഒത്തിരി ശത്രുവുണ്ട്.
സാത്താൻ ഒത്തിരി പേരെ കൈവശപ്പെടുത്തി നമുക്ക് തീയമ്പുകളയക്കും. അതിൻ്റെ നടുവിൽ നമ്മളെ ജയം തരുന്നത് നമ്മുടെ കർത്താവാണ്. നമുക്ക് ജയം തരുന്നത്. ഹല്ലേലൂയ, ആമേൻ. എത്ര തീയമ്പുകൾ ശത്രു അയച്ചാലും നമ്മൾ ദൈവത്തിൻ്റെ പൈതലാണോ, ദൈവം അവൻ തൻ്റെ മക്കളെ സിയോൻ പോലെ നിർത്തും. അങ്ങനെ നിർത്തിയിരിക്കുന്നതാണ് നമ്മൾ ഓരോരുത്തരും. യസ് മകളെ വായിച്ചാലും യസ്. അത് അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതിയുടെ രോഗമായി ലേഖത്തെ മുഴുവനും മലിനമാക്കി ജീവചക്രത്തെ തീ കൊളുത്തി നരകത്താൽ തീപിടിക ചെയ്യുന്നു. ആമേ. നമ്മുടെ നാവ് നമ്മുടെ ജീവിതചക്രത്തെ മുഴുവനും തകർത്ത് തരിപ്പണമാക്കി നമ്മളെ നാശത്തിലേക്ക് തള്ളിവിടുന്നു. നമ്മുടെ നാവ് ക്ലിയർ അല്ലെങ്കിൽ. അതുകൊണ്ടാണ് പറയുന്നത്, നിന്റെ നാവടക്ക്, ഒന്ന് അടങ്ങി പാർക്ക് എന്ന് ഒത്തിരി പേരൊക്കെ ചിലപ്പോഴും പറയും. നമ്മൾ മുതിർന്നവരൊക്കെ ഒത്തിരി അറിയാവുന്നവരൊക്കെ ഒത്തിരി പറയും, മേലാൽ അപമാനിക്കാൻ പോകരുത്. ഞാൻ നിങ്ങളുടെ ദൈവാസം ഉണ്ടല്ലോ, ഞാനിങ്ങനെ ഒത്തിരി പേരൊന്നും അപമാനിക്കാനൊന്നും പോകത്തില്ല കേട്ടോ. ആമേൻ. എന്ത് തന്നെ ലോകം അഴിച്ചുവിട്ട് ആർക്ക് നേരെ എന്തൊക്കെ തന്നെ ആയിരുന്നാലും ചിലപ്പോൾ എന്ത് സംഭവങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കും. പക്ഷേ ഞാൻ അപമാനിച്ചു കൊണ്ടൊന്നും ഞാൻ ആരെയും ഇങ്ങനെ പോവാറില്ല. ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നിട്ട് ഒത്തിരി വർഷങ്ങളായി നിങ്ങളെ ആരെങ്കിലുമൊക്കെ അപമാനിച്ചതായിട്ട് നിങ്ങൾക്ക് ആർക്കും സാക്ഷ്യമുണ്ടോ? നമ്മുടെ സഭയിലെ വിശ്വാസികളെ, നമ്മുടെ ദേശത്തെ അപമാനിക്കത്തരത്ത് ചിലപ്പോൾ അഭിപ്രായങ്ങൾ അഭിപ്രായം പറയും. പക്ഷേ അപമാനിക്കുകയോ നിങ്ങളെ ആരൊക്കെ തകർക്കുകയോ ഞാൻ സന്നദ്ധനല്ല. ഞാൻ ഒരിക്കലും ഞാൻ വാക്കുകൊണ്ട് നിങ്ങളെ ആരെയും വേദനിപ്പിക്കരുതെന്നാണ് എൻ്റെ ഹൃദയത്തിലെ നിരൂപണങ്ങളൊക്കെ. എപ്പോഴും എൻ്റെ ആമേൻ മേത്തരമായ വെള്ളിയായിരിക്കണമെന്നാണ്. നിങ്ങളെ ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നതാകുന്നു എൻ്റെ നാവിലൂടെ വരാവൂന്ന്. ഈ കർത്താവ് എന്താ പറഞ്ഞത്? കർത്താവ് പറഞ്ഞത് ഉപ്പിനാല് രുചി വരുത്തുന്നതേ പറയാവൂ, നാക്കിൽ നിന്നോട്ട് വരാവൂ. എന്നാൽ ചിലരുടെ വാക്കുകളുണ്ടല്ലോ. ഞാൻ ഇങ്ങനെ ഒരു ദിവസം സഭയ്ക്കകത്തിരുന്നപ്പോൾ സെക്സ് കലർന്ന വാക്കുകൾ പുറപ്പെട്ടു വരുന്നു. പ്രൈസിലോട്. സെക്സൊക്കെ നമുക്കറിയാം, സെക്സ് ഇല്ലാത്ത എല്ലാവരുടെ ജീവിതത്തിൽ അതുണ്ട്. പക്ഷേ അതൊന്നും ദൈവസഭയ്ക്കകത്ത് പറയേണ്ടതല്ല. അതൊക്കെ നമ്മൾ സെൻസർ ചെയ്യണം, മാറ്റി നമ്മൾ യോഗ്യമായതേ പറയാവൂ, നാവ് കൊണ്ട് പറയാവൂ, നാവിൽ നിന്ന് വരാവൂ. ഇതെല്ലാം ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. ഹൃദയത്തിൽ നമ്മൾ വേറെ എന്തെങ്കിലും നിറച്ചു വെച്ചുകൊണ്ടിരുന്നാൽ അത് തന്നെ ഈ നാവ് എടുത്തിങ്ങനെ പറയും. ഹല്ലേലൂയ. നമ്മൾ നല്ലത് ചെയ്യുക. മകളെ വായിച്ചാലും യസ്, ഷാനുമോൾ വായിച്ചാലും അവളുടെ ശബ്ദം ഒന്ന് ഭൂമിയൊക്കെ കിടങ്ങി കേൾക്കുന്നുണ്ട്. ഷാനൊരു ശബ്ദം സോഷ്യൽ മീഡിയയിൽ നമ്മുടെ സന്ദേശങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒത്തിരി പേര് ആ മടി പോലുള്ള ശബ്ദം ഗ്രഹിക്കുന്നുണ്ട് കേട്ടാ. അവൾക്കൊരു വരദാനമായിട്ട് ദൈവം കൊടുത്തതാണ്. പ്രൈസ്. ഷാനുവിൻ്റെ പാട്ട് ഞാൻ കേട്ടിട്ടില്ല, എങ്കിലും ആ ഇമ്പശബ്ദം മൈക്കിലൂടെ കേൾക്കും. വലിയ ഒരു മടി പോലെയാണ്. സെറ്റ് അനുഭവമാണ് അതൊരു. ഹല്ലേലൂയ, ആമേൻ. വായിച്ചാലും യസ്. മൃഗം, പക്ഷി, ജലജന്തു, ഈ വകയെല്ലാം. നോക്കിക്കേ, മൃഗം, പക്ഷി, മത്സ്യജാതി, ഇവരുടെ നാവെല്ലാം ഇവിടെ മെരുക്കമുള്ളതാണ്. മെരുക്കം എല്ലാം മെരുക്കമുണ്ട്. ദൈവസന്നിധി കീഴടങ്ങിയിരിക്കുന്നുണ്ട്. രാവിലെ പാടി ആരാധിച്ചിട്ട് തങ്ങൾക്ക് ലഭിച്ച നാവ് കൊണ്ട് പാടി ആരാധിച്ചിട്ട് അങ്ങോട്ട് പുറപ്പെടുന്നു. രാത്രിയിൽ വന്ന് ആരാധിച്ചിട്ട് വിശ്രമിക്കുന്നു. പ്രഭാതത്തിലും പിന്നെയും അത് തന്നെ ചെയ്യുന്നു നാവുകൾ കൊണ്ട്. ദൈവജനം പറയുന്നത്, നാവ് കൊണ്ട് കൂട്ടുകാരൻ അപമാനം വരുന്ന കുരള പറയാതെയും കൂട്ടുകാരൻ അപമാനം വരുത്താതെ ഇരിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന ദൈവജനം പറയുന്നത്. നമ്മുടെ നാവുകളെ കടിഞ്ഞാണ്ടിട്ട് സൂക്ഷിക്കണം. മകളെ വായിച്ചാലും യസ്. ചില വചനങ്ങൾ ഓർപ്പിച്ചങ്ങ് ഞാൻ വേഗത്തിൽ വിരാമം കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വായിച്ചാലും എല്ലാം മെരുക്കമുള്ളതാണ്. നമ്മൾ മെരുക്കമില്ലെങ്കിൽ നമ്മൾ അതിനെ അടിച്ചു കൊല്ലും. പ്രൈസ് ദി ലോർഡ്. അടിപറ്റിക്കും മെരുക്കമില്ലെങ്കിൽ. പ്രൈസ് ദി ലോർഡ്. ഇങ്ങോട്ട് നില്ല് മാടേ, മൃഗമേ എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കും, മാറി നിൽക്കും. ഈ കൂട്ടിനകത്തോട്ട് കയറി നിൽക്കുക എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കും. പ്രൈസ് ദി ലോർഡ്. അത് നമ്മുടെ വാക്കുകൾ അനുസരിക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. കടന്ന് പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ പോയിരിക്കും. മൃഗമായാലും പൊക്കേരിക്കും. പോയില്ലെങ്കിൽ നമ്മുടെ അടി വെറുതെ വാങ്ങാവത്. വായിച്ചാൽ മകളെ, നാവിനെയോ മനുഷ്യന്റെ നാവിനെയോ ആർക്കും മരിക്കാൻ പറ്റത്തില്ല. അടങ്ങാത്ത ദോഷം, കഠിനമായ വിഷം നിറഞ്ഞത്, സർപ്പവിഷം പോലെയുള്ളതാണ് മനുഷ്യന്റെ നാവ്.
ഇത് അതങ്ങോട്ട് നമ്മൾ തിരിച്ചറിഞ്ഞ് ആ നാവിന്മേൽ അത് എടുക്കാതിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം ഓട്ടോമാറ്റിക്കലായിട്ട് ഇങ്ങനെ കയറി വരും. അതിനേക്കോട്ട് സെൻസർ ചെയ്ത് മാറ്റി വയ്ക്കണം. വല്ലതുമൊക്കെ വിളിച്ചു പറയുന്നതുണ്ടല്ലോ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മൾ തെറ്റിപ്പോകുന്ന പാത്രമാണ്. ഞാനൊക്കെ ചിലപ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാനൊരു ദൈവാസിയെ കൂടിയൊക്കെ ചിലപ്പോൾ പിണങ്ങുമ്പോൾ ഓട്ടോമാറ്റിക് പിണക്കമൊക്കെ ഉണ്ട്. പിണക്കം എന്ന് പറയുന്നത് എന്താണ്? കോപം ഉണ്ടാകുമ്പോൾ നമ്മൾ തെറ്റിയ വാക്കുകളൊക്കെ ഇങ്ങോട്ട് കയറി വരും, തെറ്റിച്ച് കളയും. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് തെറ്റിപ്പോകുന്നവരാണ് നമ്മളൊക്കെ ഓരോരുത്തർ. തെറ്റിയ വാക്കുകളൊക്കെ ഇങ്ങോട്ട് കയറി വരും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമ്മൾ തെറ്റ് തിരുത്തുന്നവനാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പാപം എത്ര കടിച്ചു വേർപ്പാനാലും നമ്മൾ ഹിമം പോലെ നമ്മുടെ പാപത്തെ അവൻ ദൈവം മോളെ വായിച്ചാൽ യെസ്. അതിനാൽ നാം ആയവനെ നിന്ദിക്കുന്നു. ദൈവത്തിന്റെ സദൃശനായ ഉണ്ടായ മനുഷ്യനെ ശപിക്കും. നോക്കിക്കേ, നമ്മുടെ നാവ് കൊണ്ട് ദൈവത്തിന്റെ സദൃശനായി നിർമ്മിച്ച മനുഷ്യനെ നമ്മൾ പരസ്പരം ശപിക്കുന്നുണ്ട്, നിന്ദിക്കുന്നുണ്ട്, അപമാനിക്കുന്നുണ്ട്, ദുഷിക്കുന്നുണ്ട്. നമ്മുടെ നാവിൽ നിന്ന് തന്നെ ഇതെല്ലാം മാറണം കേട്ടാ. നമ്മൾ ചുരുക്കം കുറച്ചു പേരാണ് ഇതിനകത്തുള്ളത്. ആമേൻ. മാത്രവുമല്ല, നമ്മുടെ ഈ സന്ദേശം പിന്നെയും ആരെങ്കിലുമൊക്കെ കേൾക്കുമെങ്കിൽ ആമേൻ ഹല്ലേലൂയ, അവരുടെ നാവിൽ നിന്നും ഇതൊക്കെ മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓട്ടോമാറ്റിക്കൽ അനുഗ്രഹം കയറി വരും. അല്ലാതെ ഇതൊക്കെ നമ്മളിൽ നിന്ന് അങ്ങോട്ട് പുറത്ത് കളയാതെ, നമ്മൾ മാനസാന്തരപ്പെടാതെ, നമ്മൾ രക്ഷിക്കപ്പെടാതെ, നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതിരുന്നാൽ, ആമേൻ, അല്ലാതിരുന്നാൽ നമ്മളിതൊന്നും പ്രാപിച്ചെടുക്കത്തില്ല. നമ്മൾ അനുഗ്രഹത്തിന് അവകാശിയായി തീരണമെങ്കിൽ ആമേൻ നേരെ മറിച്ച് ലോകത്തിൻ്റെ നടുവിൽ പയ്യ ഒത്തിരി വലിയ ശുശ്രൂഷ, ഒത്തിരി ആൾക്കൂട്ടവും ഒത്തിരി പ്രവചന ശബ്ദമൊക്കെ ഉള്ളിടമുണ്ട്. പ്രവചനം നിനക്ക് ഗൾഫിലേക്ക് പോകാനുള്ള പേപ്പർ റെഡി ആയിരിക്കുന്നു, പ്രവചിച്ച് പറയുകയാണ്. ആമേൻ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിനക്ക് നീ കാറ് വാങ്ങും, നീ വലിയ വീട് വയ്ക്കും, സുന്ദരിയായ ഭാര്യയെ കിട്ടും, സുന്ദരിയായ ഭർത്താവിനെ കിട്ടും. പ്രവചിച്ച് ഇതൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെയുള്ള വാക്കുകൾ, അങ്ങനെയുള്ള പ്രവചന ശബ്ദം. ഇവിടെയാണ് നമ്മൾ അങ്ങനെയൊന്നും പറയുന്നില്ല. നമ്മൾ നിത്യരക്ഷയ്ക്കായിട്ടുള്ളതാണ് ഇവിടെ പറയുന്നത്. നിത്യരക്ഷ ഈ ലോകത്തിലും പരലോകത്തിനും ഉള്ളതാണ് ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് വായിച്ചാലും മകളെ, ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും നന്ദി എന്ന് പറയും. സ്തോത്രം എന്താണ് നമ്മൾ പറഞ്ഞത്? നന്ദി ദൈവമേ എന്ന് പറയുന്നു. അതേപോലെ നാവിൽ നിന്ന് ശാപവും വരുന്നു. യെസ്. സഹോദരന്മാരെ, യോഗ്യമല്ല, നമ്മൾ സഹോദരന്മാരാണ്, സഹോദരിമാരാണ്, യോഗ്യമല്ല. മധുരവും കയ്പും പുറപ്പെട്ടു വരുന്നു. സഹോദരന്മാരെ, അത്തിവൃക്ഷം അങ്ങനെ മതി. അവിടെ ആ അധ്യായം മതി. നമുക്ക് മുന്നോട്ട് പോയാൽ പിന്നെ അത്തിവൃക്ഷത്തിൽ ആമേൻ വേറൊരു ഫലം കായ്ക്കത്തില്ല, ഒലിവ് വൃക്ഷത്തിൽ മറ്റൊരു ഫലവും കായ്ക്കത്തില്ല. അത് തന്നെ കായ്ക്കുന്നു. തെങ്ങിൽ നിന്ന് തേങ്ങ കായ്ക്കുന്നുണ്ട്, പ്ലാവിൽ നിന്ന് ചക്ക കായ്ക്കുന്നുണ്ട്, ആമേൻ മുരിങ്ങയിൽ നിന്ന് മുരിങ്ങയൊക്കെ കായ്ക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ മാത്രം ആമേൻ മുരിങ്ങയായ നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ പ്ലാവാകുന്ന നമ്മുടെ ജീവിതത്തിൽ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ വേറെ ഫലങ്ങളാണ് കായ്ക്കുന്നത്. കയറി ആമേൻ. തെങ്ങിൽ നിന്ന് നമ്മൾ തെങ്ങായിരിക്കുന്നിരിക്കട്ടെ, തേങ്ങയാണ് കായ്ക്കേണ്ടത്, പക്ഷെ ചക്ക കായ്ക്കും കേട്ടോ. അല്ല, ചക്കയും കാച്ചാതെ പുന്നെ പിടിച്ചേക്കാം. ഹല്ലേലൂയ. ആമേൻ. നേരെ മറിച്ച് ആമേൻ വല്ല കയ്പിൻ കാച്ചിരുന്ന എങ്ങനെ ഇരിക്കും? കാഞ്ഞരം കായ്ക്കും. ആമേൻ. നമ്മൾ നല്ല ചക്കപ്പഴം തിന്നാന്ന് പറഞ്ഞ് പോകുമ്പോ അവിടെ ചെല്ലുമ്പോൾ കയ്പിൻ കാച്ചിരിക്കുകയാണ്. കാഞ്ഞരം, ചില വാക്കുകൾ കാഞ്ഞരം പോലെ കയ്ക്കും. കാഞ്ഞരം പോലെ കയ്പ്. ആമേൻ. അയാളോട് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് മാറി ഒന്ന് പോകാം എന്നൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ അത് പറഞ്ഞുകൊണ്ട് പോയി അങ്ങ് വേഗത്തിൽ പോയി 2 വചനം കൂടി ഞാൻ എടുത്തു വെച്ചെന്ന് വേഗത്തിൽ വായിച്ചങ്ങ് അവസാനിപ്പിക്കുകയാണ്. അതിനെ വിവരിപ്പാൻ നിന്നാൽ സമയം അങ്ങ് ദീർഘമായി പോകുമല്ലോ എന്ന് ഞാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം ആമേൻ 4:2 മുതൽ അങ്ങോട്ട് വായിക്കുമ്പോൾ കൊലോസ്യർ അവിടെ പറയുന്നത് ഞാൻ പറഞ്ഞു വേഗത്തിൽ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത് 4:2 മുതൽ 6 വരെ, എപ്പോഴും പ്രാർത്ഥനയാൽ ഉറ്റിരിപ്പിൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പിൻ എന്ന് പറയണം. ഞാൻ പറഞ്ഞതിൻ്റെ ആമേൻ ആ വെളിപ്പാടിന് അനുസരിച്ചുള്ളതാണ് ഇങ്ങോട്ട് ഇവിടെ ഉള്ളതും. അതിനെ ഒന്ന് എടുത്തു പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ആമേൻ. എപ്പോഴും പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ എന്ന് പറയും. ദൈവ ഇഷ്ടം അതാണ്. നമ്മൾ ദൈവ ഇഷ്ടം ചെയ്ത് എപ്പോഴും പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ.
എല്ലാത്തിനും സ്തോത്രം ചെയ്യുവിൻ, എല്ലാവരും നന്ദി പറയുവിൻ. നമ്മുടെ ഇംഗ്ലീഷ് നാട്ടിലൊക്കെ പോയാൽ ഇംഗ്ലീഷ് നാട്ടുകാർ എപ്പോഴും താങ്ക്സ്, വെരി താങ്ക്സ്, നന്ദി നന്ദി നന്ദി, എല്ലാവരും നന്ദി. നമ്മൾ എന്തെങ്കിലും സഹായം ചെയ്തു കൊടുത്താൽ, അല്ലെങ്കിൽ ഒരു സാധനം താഴെ വീണ ഒന്ന് എടുത്തു കൊടുത്ത് നന്ദി, താങ്ക്സ്, വളരെ നന്ദി, വെരി, അമ്മേ, എന്തൊക്കെ അവർ നന്ദി. നമ്മൾ നന്ദി പറയുന്നവരല്ല. ഒത്തിരിയൊക്കെ നമ്മൾ നന്മകൾ ഇതുവരെ അനുഭവിച്ചിട്ട് പലപ്പോഴും നമ്മൾ നന്ദി പറയാത്തവരാണ്. നമ്മൾ വാങ്ങിയിട്ടൊക്കെ പോകും, നമുക്ക് നന്ദി പറയാൻ അറിയത്തില്ല, അല്ലേ? നന്ദിയുള്ളവരായി തീരണം. സ്തോത്രം, അതുകൊണ്ടാണ് കർത്താവ് അതിൻ്റെ ആ നന്ദിയുടെ ഭാഷയാണ് സ്തോത്രം. ദൈവിക ഭാഷ, കർത്താവിൽ നിന്നുള്ള ഭാഷയാണ് സ്തോത്രം. എപ്പോഴും സ്തോത്രം ചെയ്യുവിൻ എന്ന് പറയുന്നത്. ആമേൻ. പിന്നെ ഈ പറഞ്ഞ സങ്കീർത്തനത്തിലെ 103 1 മുതൽ 3 വരെ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എൻ മനമേ, നമ്മുടെ മനസ്സിൻ്റെ അകത്തുള്ളതാണ് നാവ് പ്രസ്താവിക്കുന്നത്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ ചെയ്ത സകല ഉപകാരങ്ങളും മറക്കരുത്. യെസ്, മറന്നു പോകാതെ സ്തോത്രം, എപ്പോഴും സ്തോത്രം, നന്ദിയുള്ളവരായിരിക്കും. വിരാമത്തിലേക്ക് കടന്നു പോകണം. യേശുവേ ദൈവാത്മാവ് ഇന്ന് പകൽക്കാലങ്ങളുടെ വചനത്തിൻ്റെ വെളിപ്പാടിൽ ദൈവാത്മാവ് ഞങ്ങളോട് സംസാരിച്ചുവല്ലോ അപ്പാ. നിന്റെ ജനത്തെ, നിന്റെ മക്കളെ, നിന്റെ പ്രിയയെ, നിന്റെ കാന്തയെ, നിന്റെ കന്യകയെ നിന്റെ കരത്തിൽ തരുന്നു. തൻ്റെ മക്കളെ അങ്ങ് പരിപാലിക്കണം അപ്പാ. പിന്നെയും പരിപാലിക്കണമേ യേശുവേ. ഇസ്രായേലിൻ്റെ ദൈവമേ, ഇസ്രായേലിൻ്റെ ദൈവമേ. ഇസ്രായേലിൻ്റെ ദൈവം എന്ന് പറയുമ്പോൾ ലോകക്കാർ വിചാരിക്കും അവിടെയുള്ള യെരുശലേമിലുള്ള ഇസ്രായേൽ എന്ന്. നമ്മളൊക്കെ ഇസ്രായേലാണ്. ഇസ്രായേലിൻ്റെ ദൈവമേ, നമ്മൾ ഓരോരുത്തർ കർത്താവിനെ ആത്മാവിൽ ആരാധിക്കുന്നവർ ഇസ്രായേലാണ്. ഇസ്രായേലിൻ്റെ ദൈവമേ, ഇസ്രായേലിൻ്റെ ദൈവം ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. അവൻ നിന്റെ പരിപാലകൻ. അവൻ നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിൽ രാത്രി ചന്ദ്രനെങ്കിൽ നിന്നെ ബാധിക്കുന്നില്ല. ഇസ്രായേലിൻ്റെ ദൈവം നിന്റെ പ്രാണനെ പരിപാലിക്കും. നിന്റെ ആഗമനത്തെ ഇന്നു മുതൽ ഇന്ന് വന്നേക്കും പരിപാലിക്കുന്നവനാണ് കർത്താവേ. ഇന്ന് പകൽക്കാലിൽ സന്ദേശം കേട്ട മുഴുവൻ പേരെയും, ചിലപ്പോൾ നാളെ ഞങ്ങളുടെ സമസഹോദരന്മാർ, സ്നേഹിതന്മാർ ദൂരത്ത് രാജ്യങ്ങളിൽ ഇരുന്ന് ചിലപ്പോൾ ഈ സന്ദേശം കേൾക്കുവാൻ ഈ ശബ്ദം കേൾക്കുന്നു എങ്കിൽ എല്ലാവരുടെ ജീവിതത്തിൽ തങ്ങളുടെ നാവുകളെ അടക്കി ദൈവത്തിന് സ്തുതിയും സ്തോത്രവും നന്ദി നിറഞ്ഞവരായി ഇരിപ്പാൻ ഓരോരുത്തരെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം ഞങ്ങളുടെ സഭ രൂപാന്തരത്തിലേക്ക് വരട്ടെ. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ, അങ്ങനെ തന്നെ ഉണ്ടാകട്ടെ. ഇരുൾ മാറിപ്പോകട്ടെ. ആമേൻ. ദൈവപ്രവൃത്തികൾ വെളിപ്പെട്ടു വരട്ടെ. നന്മയ്ക്കു പകരം തിന്മ ചെയ്യാതെ, ആമേൻ, അസത്യത്തിനു പകരം അസത്യം ചെയ്യാതെ ഇപ്പോൾ സത്യത്തിൽ നിലനിൽക്കുവാൻ ദൈവം കർത്താവേ എല്ലാവരെയും പ്രാപ്തരാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയെ മുഴുവൻ കരത്തിൽ തരുന്നു. യേശുവേ, അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിന് നന്ദി പറയുന്നു. മാനോ മകത്തോ പുകഴ്ച എല്ലാം അങ്ങേ തരുന്നു. ഇതുവരെ ഞങ്ങളോട് സംസാരിച്ച് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, 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 ഹല്ലേലൂയ.